ശേഖരന്റെ മുഖം കൂടുതൽ വലിഞ്ഞു മുറുകി. അയാൾ വൈശുവിനെ നോക്കി. ഓഹോ, അപ്പോൾ നിനക്ക് എന്റെ മോനെ വിവാഹം കഴിക്കാൻ വയ്യ അല്ലേ? ഇത്ര നാൾ എവിടെയായിരുന്നു നിന്റെ ഈ വാക്കുകൾ? കുറച്ചൊക്കെ സൗന്ദര്യമുണ്ടെന്ന് കരുതി ആരെങ്കിലും നിന്നെ തേടി വരുമെന്ന് കരുതിയോ നീ? ശേഖരൻ വൈശുവിന്റെ നേർക്ക് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങിയതും മര്യാദയ്ക്ക് സംസാരിക്കണം. വീട്ടുകാർ വന്ന് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അമ്മാവനാണെന്ന് ഞാൻ നോക്കില്ല. അപ്പോ അമ്മ അവളെ നോക്കി ശാസനോട് വിളിച്ചു. വൈശുവിന്റെ കണ്ണുകൾ നിറയാൻ ഒരുങ്ങുന്നതിനിടയിലും അവൾ അപ്പുവിനെ വേണ്ടെന്ന രീതിയിൽ കണ്ണിലെ തടയുന്നുണ്ടായിരുന്നു. നീ നോക്കണ്ടടി, നീയൊക്കെ എന്താ കരുതിയേ ഈ ശേഖരനെ പറ്റി? നിന്റെയൊക്കെ തൊലിവെളുപ്പോ സൗന്ദര്യം കണ്ട് മയങ്ങിപ്പോയതാ എന്റെ മോൻ. അതും ദേ ഈ നിൽക്കുന്ന ഇവളോട്. അല്ലാതെ എന്ത് തേങ്ങ ഉണ്ടടി നിന്റെയൊക്കെ കയ്യിൽ? തന്ത ചാവം കിടക്കുമ്പോ ദേ ഇവളൊരുത്തി വന്ന് വാങ്ങിയതല്ലടി എന്റെ മോന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം. എന്നിട്ട് എവിടെയാ കാശ്? വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നിരിക്കും. എന്നാലും നിങ്ങളുടെ മോന്റെ കയ്യിൽ എന്റെ ചേച്ചിയെ ഞാൻ തരില്ല. നിന്റെ സമ്മതം അതിനാർക്ക് വേണമടി? എന്റെ മോൻ ഇവളെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിധേനയും അവൻ ഇവളെ സ്വന്തമാക്കും. അല്ലെങ്കിൽ ഞാൻ നേടിക്കൊടുക്കും. അത് ഈ ശേഖരൻ കൊടുത്ത വാക്കാ. അത് പറ്റില്ലെങ്കിൽ തന്ന കാശിന്റെ പലിശയുടെ പലിശയും കൂട്ടി തന്നേക്ക്. അല്ലെങ്കിൽ ഇത് ഇത്ര സൗന്ദര്യമുണ്ടല്ലോ, അതൊക്കെ വെച്ച് വല്ല വഴി നോക്കി കാശുണ്ടാക്കടി. യു ബ്ലഡി! അയാൾ പറഞ്ഞു കഴിഞ്ഞതും നിയന്ത്രണം തെറ്റിയ അപ്പു അയാളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് ഷട്ടിൽ കുത്തിപ്പിടിച്ചതും വൈശു അമ്മയെ ഓടി വന്ന് അവളെ ബലമായി പിടിച്ചു മാറ്റാൻ നോക്കി. ഡോ, തന്റെ പുഴുത്ത നാക്ക് കൊണ്ട് എന്റെ ചേച്ചിയെ പറഞ്ഞാലുണ്ടല്ലോ, തന്നെ ഞാൻ വെച്ചേക്കില്ല. അപ്പു അമ്മയുടെ പിടിയിൽ കിടന്ന് കുതറി ദേഷ്യത്തിൽ വരയ്ക്കുന്ന കണ്ണാലെ അയാളെ നോക്കി പറഞ്ഞതും വൈശു അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട്, ദയവ് ചെയ്ത് അമ്മാവൻ ഇപ്പൊ ഇവിടുന്ന് പോണം. കാശ് ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ട് തന്നേക്കാം. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുത്. അപ്പുവിനെ പിന്നിലാക്കി ജങ്ക് പൊട്ടുന്ന വേദനയിൽ കൈകൂപ്പി വൈശു അയാൾക്ക് നേർക്ക് നിന്ന് പറഞ്ഞതും അയാൾ അവളെ അപ്പുവിനെ അമ്മയും ദേഷ്യത്തോടെ തുറച്ചു നോക്കിക്കൊണ്ട്, ഇപ്പൊ ഞാൻ പോകാം. തന്ന കാശ് മുതലും പലിശയും കൂട്ടി എന്റെ കയ്യിൽ എത്തിയില്ലെങ്കിൽ എന്റെ മോന്റെ തീരുമാനത്തിന് മുന്നിൽ നിനക്ക് വഴങ്ങേണ്ടി വരും. ഇല്ലെങ്കിൽ ശേഖരൻ ആരാണെന്ന് തള്ളയും മക്കളും അറിയും. കത്തുന്ന കണ്ണാലെ അയാൾ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞ് അവിടുന്ന് പോയതും വൈശു അതേ നിൽപ്പ് 2 നിമിഷത്തോളം തുടർന്നവൾ കൂപ്പിയ കൈ അഴിഞ്ഞു വീണതോടൊപ്പം തന്നെ പതിയെ പിന്നോട്ടുള്ള ചുവലിലേക്ക് ചാരി താഴെ കൂർന്നു പോയിരുന്നു. തല പൊട്ടുന്ന പോലെ തോന്നി അവൾക്ക്. കണ്ണുകൾ നിയന്ത്രണമില്ലാതെ ഒഴുകവേ, ചേച്ചി! പതുങ്ങിയ സ്വരം അവളുടെ കാതിലായി മുഴുകി. നോക്കിയില്ലെങ്കിലും അമ്മയപ്പവും അവളുടെ അടുത്തിരിക്കുന്നത് അറിഞ്ഞിരുന്നു. ചേച്ചി കരയരുത്. അവനെ പോലെ ഒരുത്തിന് ചേച്ചിയെ കൊടുക്കാൻ ഞാനും അമ്മ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അയാൾക്ക് കൊടുക്കാനുള്ള പണം അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് വരണം നമുക്ക്. ചേച്ചി വിഷമിക്കരുത്. ചേച്ചി തളർന്ന പിന്നെ അപ്പു ഉണ്ടാവില്ല. ചുമലിലേക്ക് ചാരി കണ്ണീരൊഴുക്കുന്ന വൈശുവിന്റെ കയ്യിൽ പിടിച്ച് നിറ കണ്ണാലെ പറയുന്ന അപ്പുവിനെ കണ്ടതും അവൾ അവളെ നോക്കി കണ്ണു തുടച്ചു നീക്കി. ഞാനാ എല്ലാത്തിനും കാരണം. എന്റെ മോളുടെ ഇഷ്ടം നോക്കാതെ അയാളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. അതാ ഞാൻ ചെയ്ത തെറ്റ്. എന്റെ മോൾ എന്നോട് ക്ഷമിക്ക്. അമ്മ അവളെ നോക്കി പറഞ്ഞതും വൈശു അമ്മയെന്ന് വിളിച്ച് ഒരേങ്ങലോടെ വിളിച്ചുകൊണ്ട് അവരുടെ മാറിലേക്ക് ചാഞ്ഞു കരഞ്ഞിരുന്നു. അത് കണ്ട് വിതമ്പലോടെ അപ്പും അവരെ ചേർത്ത് നിർത്തി കണ്ണു നിറച്ചു. നമ്മുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അല്ലേ അമ്മേ? അമ്മയുടെ മാറി ചാരി ഇടർന്ന ശബ്ദത്തിൽ വൈശു അത് പറഞ്ഞതും അമ്മ മനസ്സ് ഒന്നേങ്ങിപ്പോയി. അതിന്റെ ഫലം എന്നോണം കണ്ണുകൾ വീണ്ടും നിറഞ്ഞതും ഒരു വിതുമ്പലോടെ അവർ ആ 2 പേരെയും ഇരുവശങ്ങളിൽ നിന്ന് തന്നോട് ചേർത്ത് നിർത്തി. തന്റെ മക്കളെ ഒരാപത്തിന് വിട്ടുകൊടുക്കാത്ത രീതിയിൽ. ഇനി വന്നയാളെ പരിചയപ്പെടാം. ശേഖരൻ വൈശുവിന്റെ അച്ഛന്റെ കുടുംബത്തിൽപ്പെട്ട വകയിലെ അമ്മാവനാണ് പുള്ളി. അല്ലറ ചില്ലറ കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന കാശ് ചീട്ട് കളിച്ചും കള്ളു കുടിച്ചും നടക്കലാണ് ഇയാളുടെ മെയിൻ പണി. ഇയാൾക്കൊരു മകനുണ്ട്, രുദ്രൻ. അവനെ കുറിച്ച് പറയുവാണെങ്കിൽ കഞ്ചാവും മയക്കുമരുന്നു തുടങ്ങി സകല വൃത്തികേട് കൂടപ്പറപ്പായി കൊണ്ടു നടക്കുന്ന ഒരുത്തൻ. പോരാത്തതിന് പെണ്ണുകേസ് വേറെയും. വിചാരിച്ചത് നേടിയെടുക്കാൻ എന്ത് ചെയ്യാനും മടിക്കില്ല. അവന്റെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുന്ന ഒരച്ഛൻ, അതാണ് ശേഖരൻ. അമ്മയില്ല, ആത്മഹത്യ ചെയ്തു. അച്ഛന്റെ മകന്റെ തോന്നിയസം സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തതാണെന്നാ പലരും പറയുന്നേ. ശേഖരൻ വന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വൈശു രുദ്രനെ പണ്ടേ അവളുടെ മേൽ ഒരു മോശം നോട്ടമുണ്ട്. അവളെ സ്വന്തമാക്കണമെന്നൊരു വാശി. അതിനായി എന്തതിരും കടക്കാൻ അവൻ മടിക്കില്ല. അത്രത്തോളം മോശ സ്വഭാവം ഉള്ളവനാണ് അവൻ. 6 മാസമായി കർണാടകയിൽ എന്തോ ജോലിക്ക് പോയിരിക്കുകയാണ്. 2 മാസത്തിലൊരിക്കൽ നാട്ടിലേക്ക് വരുന്നുണ്ടത്രേ. 2 വർഷം മുമ്പ് വൈശുവിന്റെ അച്ഛൻ ചികിത്സാ സഹായത്തിന് കുറച്ച് പണം ശേഖരന്റെ കയ്യിൽ നിന്ന് കടമായി വാങ്ങിയിരുന്നു. വാങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇതുവരെ അതിന്റെ 4/1 കൊടുക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. 1.5 ലക്ഷത്തോളം മുതൽ തന്നെ ബാക്കി കിടക്കുകയാണ്. പലിശയും കൂടിയാകുമ്പോൾ അതിലും കൂടും. പല ആവർത്തി അയാൾ ഇതിന്റെ പേര് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയിരുന്നെങ്കിലും വിവാഹം മുന്നോട്ട് വെച്ച് കുറച്ചായി അയാൾ പ്രശ്നത്തിനൊന്നും വരില്ലായിരുന്നു. അത് കിട്ടുന്ന സ്ത്രീധനെ കണ്ണുവെച്ചിട്ടാണെന്ന് ഇന്ന് അവർക്ക് ബോധ്യമായി. വൈശുവിന് അവനെ കാണുന്നത് വെറുപ്പാണ്. പക്ഷെ അതിനേക്കാൾ പേടിയാണ് അവനെ.
അവളെ നോക്കുന്ന കണ്ണുകൾക്കാണ് അവൾക്ക് ഭയം ഇരട്ടിയാകും. പിന്നാലെ വരരുതെന്ന് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് അവൻ അത് കേൾക്കാറില്ല. പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ പല തവണ ശ്രമിച്ചു. പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ആലോചിക്കുമ്പോൾ വേണ്ടെന്ന് വെക്കും. അമ്മുവിന്റെ അപ്പുവിന്റെ മുഖം ഓർത്ത് മാത്രമാണ് ഒരു പ്രശ്നത്തിന് അവൾ മുതിരാത്തത്. അമ്മാവനോടും അങ്ങനെ തന്നെ. ഒരാവേശത്തിൽ താൻ എടുത്തു ചാടിയാൽ അതിൽ ബലിയാടാവുന്നത് ചിലപ്പോൾ അമ്മയും അപ്പുവും ആകും. ഒന്നിനും മടിയില്ലാത്തവരാണ്. പക്ഷെ തന്നെ പോലല്ല അപ്പു. വാ അടക്കി വെക്കത്തില്ല അവൾ. അമ്മാവനാണെന്നുള്ള പരിഗണന പോലും അവൾക്ക് ദേഷ്യം വന്നാൽ അവൾ കാണിക്കില്ല. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് തനിക്കറിയില്ല. എന്ത് വന്നാലും അയാൾക്ക് കൊടുക്കാനുള്ള പണം ആവും വിധം താൻ ജോലി ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ഒരു വേള രുദ്രന്റെ മുഖം മനസ്സിലേക്ക് ഓടിയെത്തിയെങ്കിലും ഭയത്താൽ അവളുടെ ഉള്ളം വിറച്ചു. ഹൃദയം ക്രമാതീതമായി ഇടിച്ചു. ഭയത്താൽ നിറഞ്ഞ മിഴിയണകൾ അവൾ മുറുക്കി അടച്ചു. മനസ്സൊന്ന് ശാന്തമായതും അവൾ എഴുന്നേറ്റ് കടയിലേക്ക് പോയി. ഇന്ന് ജോലിക്ക് പോകുന്നില്ലെന്ന് കരുതിയെങ്കിലും അപ്പു സമ്മതിച്ചില്ല. അവൾക്ക് കൂട്ടുകാരുടെ വീട്ടിൽ പോകണമെന്നത്രേ. വന്നിട്ട് പിറന്നാൾ ആഘോഷിക്കാമെന്ന് പറഞ്ഞ് അവൾ വൈശുവിനെ ഉന്തിത്തള്ളി വിട്ടു. കടയിലെത്തി പതിവ് പോലെ എല്ലാവരോട് സംസാരിച്ചപ്പോഴേക്കും ഒരുവിധ വിഷമങ്ങളെല്ലാം അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിരുന്നു. പതിവില്ലാതെ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതേപ്പറ്റി ചിന്തിക്കാനും നിന്നില്ല. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൾ തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്നായിരുന്നു ആരോ തോണ്ടി വിളിച്ചത്. നോക്കുമ്പോൾ തൊട്ടടുത്തുള്ള സ്റ്റാഫ് ഹേമയാണ്. എന്താണെന്ന മട്ടിൽ കണ്ണുകൊണ്ട് അവൾ ആക്ഷൻ ഇട്ടതും ചേച്ചി ചെവിക്കരികിലേക്ക് വന്നു നിന്നു. നീ നമ്മുടെ MD കണ്ടിട്ടില്ലല്ലോ, ദേ ആ പോകുന്ന മുതല. ചേച്ചി എങ്ങോട്ട് കണ്ണു കാണിച്ച് പറഞ്ഞതും വൈശു കണ്ണുകൾ വിടർത്തിയ ആകാംക്ഷയോടെ അവിടേക്ക് കണ്ണു വായിച്ചതും സ്ഥായിയായ മുഖഭാവത്തോടെ നെറ്റിൽ വീണ ചെമ്പൻ മുടിയിഴകൾ പിന്നിലേക്ക് കോതി നടന്നു പോകുന്ന ആളെ കണ്ട് അവളുടെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. ഒരു നിമിഷം കോളേജ് വെച്ച് കഴിഞ്ഞ ദിവസം നടന്നത് ഓരോന്നും മനസ്സിലേക്ക് ചിത്രം കണക്കെ ഓടിയെത്തിയതും പിന്നിൽ നിന്ന് ഹേമ ഇതാണ് കടയുടെ ഓണറുടെ മകൻ എന്നുകൂടി പറഞ്ഞതും നടുക്കത്തോടെ അവൾ അവനെ നോക്കി നിന്നു. അടുത്ത നിമിഷം അത് ദേഷ്യത്തിലേക്ക് വഴിമാറിയതും അവൾ പൊടുന്നണ കണ്ണുകൾ വെറുപ്പോടെ അവനിൽ നിന്ന് പിൻവലിച്ച് താഴേക്ക് നോക്കി. ഇങ്ങോട്ട് നോക്കിയ ചിലപ്പോൾ അവൻ തന്നെ കാണാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നിയതും അവൾ വേഗം ബാഗിൽ നിന്ന് മാസ്ക് എടുത്ത് മുഖത്തേക്ക് ഇട്ടു. ഹേമ അത് കണ്ട് മിഴിച്ചു നോക്കിയത് അറിഞ്ഞെങ്കിലും അവൾ അത് കാര്യമാക്കാതെ ജോലി തുടർന്നിരുന്നു. ഇടയ്ക്ക് വെച്ച് കണ്ണുയർത്തി അവൻ പോയെന്ന് നോക്കിയതും ഏതോ ഒരു റൂമിലേക്ക് അവൻ കയറിപ്പോകുന്നത് കണ്ടതും അവൾ കണ്ണടച്ചൊന്ന് ശ്വാസം ആഞ്ഞു വലിച്ചിരുന്നു. അലക്സ് നേരെ കയറിപ്പോയത് അവന്റെ ക്യാബിലോട്ടായിരുന്നു. സ്പെക്സ് ഊരി മാറ്റി ടേബിളിലേക്ക് ഇട്ട് ചെയറിലേക്ക് ചാരിയിരുന്നതും സ്റ്റാഫ് ഒരാ ക്യാബിൻ തുറന്നു വന്ന് അവനെ വിഷ് ചെയ്ത ശേഷം ഒരു ഫയൽ അവന്റെ നേർക്ക് നീട്ടി. അവൻ അത് വാങ്ങി ചെക്ക് ചെയ്യാൻ തുടങ്ങിയതും 1-2 നിമിഷങ്ങൾക്കകം അവന്റെ കണ്ണുകളെ ദേഷ്യം എരച്ചു കയറി വന്നു. പൊടുന്നനെ കയ്യിലുള്ള ഫയൽ വലിച്ചെറിഞ്ഞവൻ ചാടി എഴുന്നേറ്റു. ഉച്ചയ്ക്ക് അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു വരുന്ന വഴിക്കാണ് ദേവിക അവൾക്കടുത്തേക്ക് ഓടി വരുന്നത് കണ്ടത്. ദേവിക അവളുടെ കൂടെയുള്ള ഒരു സ്റ്റാഫാണ്. വൈശു, നീ ഇന്നലെ മുംബൈയിലേക്ക് അയക്കാൻ വേണ്ടി ഏത് വെഡിങ് റേയിന്ന എനിക്ക് മെറ്റീരിയൽസ് എടുത്തു തന്നത്? ദേവിക വേവലാതിയോടെ വൈശുവിനോട് ചോദിച്ചതും അവളൊന്ന് സംശയത്തോടെ നോക്കിയ ശേഷം ഒന്ന് ചിന്തിച്ചുകൊണ്ട്, അത് ആ സെക്കൻഡ് റോയിൽ നിന്നാ. എന്താ ചേച്ചി? ചെറിയൊരു ടെൻഷനോടെ അവൾ അത് പറഞ്ഞതും സ്പോട്ടി ദേവിക കണ്ണു മിടിച്ച് ദൈവത്തിനെ വിളിച്ച് തലയിൽ കൈവച്ച് അടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നത് കണ്ട് വൈശു ആകെ ടെൻഷനായി. എന്താ ചേച്ചി, എന്ത് പറ്റി? പെട്ടെന്നുണ്ടായ ഭാവമാറ്റം കണ്ട് നെഞ്ചിടിപ്പോടെ അവൾ അവരോടായി ചോദിച്ചതും അവർ തന്ന മറുപടി അവളെ ഞെട്ടിക്കുന്നതായിരുന്നു. അത് ഡാമേജ് ഉള്ളത് കൊണ്ട് തിരിച്ചയക്കാൻ വെച്ചിരിക്കുന്ന തുണികളായിരുന്നു. അവർ കംപ്ലൈന്റ് കൊടുത്തിരിക്കുക. എനിക്കത് പേടിയാകുന്നു. എൻ്റെ ഈശ്വര. ആദ്യോടെ പറയുന്ന അവരെ കണ്ടതും വൈശുവിന്റെ ഹൃദയമെടുപ്പ് വല്ലാതെ കൂടി. താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് അവൾ ഇവിടെ കാല് വെക്കും മുമ്പേ മനസ്സിൽ പ്രാർത്ഥിച്ചതായിരുന്നു. ഇന്ന് താൻ കാരണം ഇവിടെ ഒരു ചീത്തപ്പേര് വീഴുമോ എന്ന് അവൾ വല്ലാതെ ഭയപ്പെട്ടു പോയിരുന്നു. ഇതുപോലൊരു മിസ്റ്റേക്ക് നമ്മളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ഇതിനു മുമ്പ് ഉണ്ടായത് കൊണ്ട് ഇപ്രാവശ്യം അവർ സ്ട്രോങ് ആയിട്ട് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നതാ. ഓർത്തിട്ട് എൻ്റെ കയ്യും കാലും വിറയ്ക്കുന്നു. ദേവിക! അവളുടെ ഹൃദയമെടുപ്പ് കൂടും വിധം അവരോരോന്ന് പറഞ്ഞതും അതെല്ലാം കേട്ട് പകച്ചു നിൽക്കുകയായിരുന്നു വൈശു. പെട്ടെന്ന് ദീപിക ചേച്ചിയുടെ വിളിയാണ് അവരെ ബോധത്തിലേക്ക് വരുത്തിയത്. ഞെട്ടലോടെ അവർ തിരിഞ്ഞു നോക്കിയതും മാനേജർ സാർ വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ദീപിക സംശയത്തോടെ അവരെ ഉറ്റുനോക്കി ചോദിച്ചതും അവർ പരസ്പരം നോക്കി ഇല്ലെന്ന മട്ടിൽ തലയാട്ടി. അവർ അവിടെ നിന്ന് പോയതും ദേവിക നെഞ്ചിൽ കൈവച്ച് പേടിയോടെ, എൻ്റെ ഈശ്വര, എനിക്ക് വയ്യ. മാനേജർ പിന്നെ സഹിക്കാം. ഇന്ന് MD വന്നിട്ടുണ്ട്. നിനക്കറിയില്ല വൈശു, ജോലിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാ പിന്നെ അയാൾ വെറുതെ വിടില്ല. പോരാത്തതിന് മുമ്പേ ടീമും. പ്രശ്നം ഉണ്ടാകില്ല ദേവി. കഴുത്തിലെ താലിയിൽ മുറുക്കി പിടിച്ച് പേടിയോടെ പദം പറയുകയാണ് ദേവിക. അത് കണ്ട് വൈശുവിന് വല്ലാത്ത സങ്കടം തോന്നി. 3 കുട്ടികളുടെ അമ്മയാണ് അവർ. ഭർത്താവിന് ആക്സിഡന്റായി വർഷങ്ങളായി കിടപ്പിലാണ്. ഈ ജോലി ഉള്ളത് കൊണ്ടാണ് ജീവിച്ചു പോകുന്നതെന്ന് പല ആവർത്തി അവർ പറഞ്ഞത് അവൾ ഓർത്തതും താൻ കാരണം ചേച്ചിക്ക് ഒരു പ്രശ്നവും വരരുതെന്ന് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു.
ചേച്ചി പേടിക്കാതെ, ഞാൻ എടുത്തു തന്നതല്ലേ ചേച്ചിക്ക്, ഞാൻ പറഞ്ഞോളാം സാറിനോട്, ചേച്ചി വാ. വൈശു അത് പറഞ്ഞതും ദേവിക അവളെ ഒന്ന് നോക്കി. അവൻ മാനേജർ റൂമിലേക്ക് പോയി. നിങ്ങൾ ഇത്രയ്ക്ക് റെസ്പോൺസിബിൾ ആണെന്ന് ഞാൻ കരുതിയില്ല. ദേവിക അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞില്ലേ? ഇനി മെറ്റീരിയൽസ് ചെക്ക് ചെയ്ത് അയക്കണമെന്ന് ഞാൻ പറഞ്ഞു തരണോ? സാർ അത് ഷടം. ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ വീട്ടിലിരുന്നോണോ? തോന്നിവാസം കാണിക്കാനോ സ്ഥലമല്ല ഇത്. ഇതിനു മുന്നേ ഇതുപോലൊരു കംപ്ലൈന്റ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചില്ല? 12 ലക്ഷം രൂപയുടെ മെറ്റീരിയൽസാ ഇന്നവർ വേണ്ടെന്ന് വെച്ച് പോയത് നിങ്ങളുടെ അശ്രദ്ധ കാരണം. ഇത് നിങ്ങളെ രണ്ടാളെ മാത്രം ബാധിക്കുന്നതല്ല, ഈ ടെക്സ്റ്റൈൽസിന്റെ നിലനിൽപ്പിനെ കൂടി ബാധിക്കുന്നതാ. രണ്ടാളും ഇതിൽ ഇൻവോൾവ് ആയ സ്ഥിതിക്ക് രണ്ടാൾക്കുമെതിരെ ആക്ഷൻ എടുക്കാനാണ് MDയുടെ തീരുമാനം. എനിക്കതനുസരിച്ചേ പറ്റൂ. വൈശുവാണ് മെറ്റീരിയൽസ് കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് മാനേജർ അവർക്ക് നേരെ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങിയത്. വൈശുവിന്റെ ചങ്ക് വല്ലാതെ മുറുകി കെട്ടി വേദനിക്കുന്ന പോലെ തോന്നി. അവസാനം അയാൾ അങ്ങനെ പറഞ്ഞതും അവർ പരസ്പരം നോക്കി. ചേച്ചിയുടെ കണ്ണുകൾ പെയ്യാനിരിക്കുന്നത് കണ്ടതും വൈശു സാറിനെ നോക്കി. സാർ, ഞാൻ പറഞ്ഞല്ലോ, ഇതെന്റെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്കാണ്. അതിനെന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ സ്വീകരിച്ചോളാം. സാർ പറയുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്യാം. നിറ കണ്ണുകളോടെ വൈശു സാറിനെ നോക്കി പറയുന്നത് കണ്ട് ദേവിക കണ്ണുകളാൽ അവളോട് വേണ്ടെന്ന് പറയുന്നത് വൈശു അറിഞ്ഞിരുന്നെങ്കിലും അവൾ അത് നോക്കാതെ നിൽക്കെ സാർ അവരൊന്ന് ഉറ്റുനോക്കി. ദേവിക പൊക്കോളൂ, ഇനി ഒരു ലാസ്റ്റ് വാർണിംഗ് തനിക്ക് ഉണ്ടാകില്ല. കുട്ടി ഇവിടെ നിൽക്കേ, ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് പോയാൽ മതി എന്നയാൾ പറഞ്ഞതും ജോലി പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ദേവികക്ക് ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസം തോന്നിയെങ്കിലും വൈശുവിനെ ഓർത്തപ്പോൾ വല്ലാത്ത വേദന തോന്നി. അവരവളെ നോക്കിയതും വൈശു അപ്പം തന്നെ അവരെ ഒന്ന് നോക്കി. ചേച്ചി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞതും അവർ അവളെ ഒന്ന് നോക്കി അവിടെ നിന്ന് ഡോർ തുറന്നു പോയിരുന്നു. കുട്ടി പോയി MDയെ കണ്ടുവരൂ, ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. സാർ എന്താണോ പറയുന്നത് അതാണ് കുട്ടിക്കുള്ള പണിഷ്മെന്റ് എന്നവർ പറഞ്ഞതും ഞെട്ടലോടെ കണ്ണുകൾ വിടർത്തി ഒരു നിമിഷം സാറിനെ നോക്കി നിന്ന അവൾ നിർവികാരതയോടെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് സാറിന്റെ ഫോൺ റിംഗ് ആയതും. 1 മിനിറ്റ് എന്ന് പറഞ്ഞതും അവൾ അവിടെ തന്നെ നിന്നതും അദ്ദേഹം ഫോണിലൂടെ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. സാർ, ഒരാളെ പറഞ്ഞയച്ചു സാർ. അവരുടെ ഭാഗത്ത് നിന്ന് ഇനി മിസ്റ്റേക്ക് ഉണ്ടാകില്ല. ഒരാൾ ഇവിടെ ഉണ്ട്. സാർ, അത് വേണോ? ആ കുട്ടി വന്നിട്ട് 1 ആഴ്ച ആവുന്നതേ ഉള്ളൂ. ചെറിയ എന്തെങ്കിലും പണിഷ്മെന്റ്. ഗെറ്റ് ലോസ് ഐസേ. ഒരലർച്ചയുടെ മറുഭാഗത്ത് ഫോൺ കട്ടായതും മാനേജർ വൈശുവിനെ നോക്കിയതും നിർവികാരതയോടെ അതിനേക്കാൾ താൻ എന്ത് പറയുമെന്ന് പ്രതീക്ഷയോടെ നിൽക്കുകയാണ് അവൾ. ഇത് സാറിന്റെ തീരുമാനമാണ്, എനിക്ക് അനുസരിച്ചേ പറ്റൂ. ഇറസ്പോൺസിബിൾ ആയ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനാണ് സാറിന്റെ ഓർഡർ. കുട്ടി ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. ഇത്രയും ദിവസം ജോലി ചെയ്തതിനുള്ള ക്യാഷ് വാങ്ങി കുട്ടി ഇവിടുന്ന് പൊയ്ക്കോളൂ എന്ന് സാർ പറഞ്ഞതും അവസാന വാക്ക് മാത്രമേ വൈശു ആ നിമിഷം കേട്ടുള്ളൂ. ഞെട്ടിത്തരിച്ചു പോയവൾ, ഹൃദയം നിലച്ച് ശ്വാസം എടുക്കാൻ മറന്നവൾ സ്തംഭിച്ച് നിന്നുപോയി.